ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് സ്കുഷീസ് ഒരു ബ്ലൈൻഡ് അൺബോക്സിങ് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം ഗായ്സ്, എൻ്റെ ഒരു എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് റൂം ഏതാണ് നിങ്ങൾ ചോദിക്കേണ്ട. എൻ്റെ ക്രാഫ്റ്റിംഗ് റൂം ഇത്രയും ഭാഗമാണ് കണ്ടത്. ഇത്രയും ഭാഗത്ത് എനിക്ക് മതി ഇങ്ങനെ ചെയ്യാനാണ്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു ടേബിൾ എനിക്ക് 15 വാങ്ങിച്ച് തരും. അതെൻ്റെ സ്വന്തം റൂമിൽ ഇട്ട് തരും. എൻ്റെ റൂം ആ ഉള്ളിലോട്ടുള്ളതാണ് എനിക്ക് സ്വന്തമായിട്ട്. അപ്പം അത് റൂം കാണും. അപ്പം നമുക്ക് ഇതെല്ലാം ഒതുക്കി വെക്കാം ഗൈസ്. അപ്പം ഞാൻ 3 ബ്ലൈൻഡ് ബാഗ്സ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ അതിൻ്റെ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെയാണ്. ഇതൊരു ലാസ്റ്റ് ബ്ലൈൻഡ് ബാഗാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗൈസ്, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യണ്ടേ. ഓക്കെ, ഇതാണ് എൻ്റെ ബ്ലൈൻഡ് ബാഗ്. ഞാൻ ഇട്ട് വെച്ചേക്കുന്ന ഡപ്പ. ഗൈസ്, അപ്പോൾ നമുക്കിന്ന് അൺബോക്സിങ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഒരു ഡപ്പ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്ലവേഴ്സിൽ നിന്ന് ഫസ്റ്റ് ഉള്ളത് ജ്യൂസ് സ്കുഷീസ്. ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ചെറുതായിട്ടൊന്ന് കുളമായിപ്പോയി, അതുകൊണ്ട് ഇതത്ര ശരിയായിട്ടില്ല. അടുത്തത് ഇതിൻ്റെ കാണിക്കാം. ഇതിൻ്റെ സ്റ്റിക്കറാണ് ഗൈസ്. ഇത് ഞാൻ കണ്ടിച്ച് അഞ്ചാറ് നോക്കിയിട്ടില്ല. ഇതിൻ്റെ മണ്ടക്കൊട്ടിച്ചേക്കുന്ന ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കറാണ്. ഇനി 2 സ്റ്റിക്കേഴ്സും കൂടെ ഉള്ളു. സ്റ്റിക്കേഴ്സ് പിന്നെ ഫസ്റ്റ് ഒരു സ്കുഷി and second squishy. ശരി, ഇങ്ങനെ ഞെക്കി കീറിപ്പോയി ഗൈസ്. തേർഡ് ഇതിലേതായിരിക്കും കിട്ടുന്നത് നോക്കാം. ബ്ലൂ ഏതാ? ഇതല്ല, ഇതാണ് ഗൈസ്. അപ്പം അതും കഴിഞ്ഞു. നമ്മുടെ കച്ചവടം പോയി കൊച്ചിയിലെ ചിത്രപൂരാണ്ട് കണ്ടുപോയി സ്റ്റിക്കർ. ഇതിലേത് കിട്ടും? ഇതാണോ അല്ല, ഇതാണോ ആണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിനകത്തുള്ളത് നമ്മുടെ സ്കുഷീസ്. ഇനി സെക്കൻഡ് ഐറ്റം വേറൊന്നാണ്. പിന്നെ പറയാൻ മറന്നുപോയി, നമ്മുടെ ക്യാൻഡിയുടെ സ്കുഷിയും കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നുള്ളത് എൻ്റെ ഈ ഒരു പൗച്ചാണ്. ഇതിൽ നിറച്ചു എന്താണെന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷയില്ലേ ഗൈസ്? ഉണ്ടാക്കിയിരിക്കത്തില്ലല്ലോ. ഇതെൻ്റെ ഒരു പഴയ പൗച്ചാണ്. എനിക്ക് 4ാം ക്ലാസ്സിൽ ആയപ്പോൾ ആദ്യം വാങ്ങിച്ചെന്ന പൗച്ചാട്ടോ ഇത്. ഞാനിത് തുറന്ന് കാണിക്കാം. നിങ്ങളെ അങ്ങോട്ട് പുറകോട്ട്
വെയിറ്റ് അപ്പം ഞാൻ ഇവിടെ വരികയാണേ. അപ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഫ്രണ്ടിലോട്ട് ഈ ഒരു ബോക്സിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും. സിബ് കാരണം 3 2 എന്ത് ചെയ്യണം ഞാൻ 3 2 1 ഓപ്പ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമുള്ളൊരു യുദ്ധമാണ്. അത് ഓക്കെ. ഫസ്റ്റ് തന്നെ പിന്നുള്ളത് ഒരു ഗ്ലൂ ആട്ടോ, ഗ്രീൻ ഗ്ലൂ 56 ഗും. തേർഡ് ഉള്ളത് ഒരു സ്കെയിൽ. ഏതിൻ്റെയാ? ക്യാമലിൻ്റെ ഒരു സ്കെയില്. നെക്സ്റ്റ് ഒരു പെൻസിൽ എനിക്ക് എത്ര ഉണ്ടെങ്കിലും മതിയാവത്തില്ല. 2 പെൻസിലും കൂടെ. പിന്നെ 2 കളർ ബ്രഷ്. എൻ്റെ ഒരു വാട്ടർ കളറും ഫാബ്രിക് പെയിൻറ്റും ഉണ്ട്. പിന്നെ ഒരു പെൻ. പിന്നെ 2 ഗിൽറ്റർ പെൻ. സ്റ്റാപ്ലർ പിൻ. റബ്ബർ. ഇതെന്തിനാ എടുക്കാം? ഗ്ലൂ. ഗിഫ്റ്റ് പേപ്പർ. പിന്നെയും ഒരു ഗ്ലൂ. പിന്നെ 5 സ്റ്റിക്സ് and stapler and sharpener and one tape. ഞാൻ സ്റ്റാപ്ലർ ഇട്ടാൽ അപ്പോൾ 5 എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സെലോ ടേപ്പ്, സ്ക്വിഷ് ഉണ്ടാക്കാൻ കുറച്ച് മഞ്ഞൾ. അപ്പം ഇതാണ് ഇത്ര ഉള്ളത്. ഇനി അടുത്തൊരു സാധനവും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം ഗൈസ്. അടുത്തതാണ് ഇതിൽ എനിക്കുള്ളത് ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, പോക്കറ്റ് ഡിക്ഷണറി എന്നാണ് എൻ്റെ പേര്. ഡിക്ഷണറി ഇംഗ്ലീഷ് മലയാളം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ അടിയിൽ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് തെളിച്ചിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല. One second. ചെങ്ങന്നൂർ ഈ ഒരു ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ണ്ടോ 048124015009. ഇതിന് 320 പേപ്പേഴ്സ് ഉണ്ട്. സെക്കൻഡ് ഒരു ഡയറി മിൽക്ക് കഴിച്ചതിൻ്റെ ഒരു കവർ. തേർഡ്
ഒരു ബബിളി കഴിച്ചു. അപ്പം അതിൻ്റെയും കൂടെ കവർ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം. എന്തുവാ മൈ കളർ പെൻ. ഇതൊരു 10 കളേഴ്സുള്ള ഒരു പെന്നാട്ടോ. ഇതിൻ്റെ മേലെ ഒരു യൂണിക്കോൺ ഉണ്ടായിരുന്നു, അത് കാണാതെ പോയി. പിന്നെ ഇതൊരു ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുള്ള കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വരച്ചാണ്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ ഞങ്ങളുടെ കൂടെയൊക്കെയാണ് വരുന്നത്. അതും പിന്നെ അവൾ എനിക്ക് വേണ്ടി ഈ ഒരു കീ ചെയിനും കൂടെ തന്നിട്ടുണ്ട്. എങ്ങനെ എന്താ ഈ ഒരു കീ ചെയിൻ ഇതെൻ്റെ ഫ്രണ്ട് അതിഥി തന്നെയാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. 2 അതിഥി തന്നെയാണ്. എൻ്റെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അതിഥിയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 അതിഥിമാരുണ്ട്. പിന്നെ എൻ്റെ 4ൽ തന്നെ പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശിവദ, അവളെ തന്നതാണ് ഈ ഒരു ഗിഫ്റ്റ്. ഞങ്ങളുടെ സ്കൂൾ 4th സ്റ്റാൻഡേർഡ് വരെയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളതിന് പോകുന്നതിന് ആ ഒരു ഡേ അവളെനിക്ക് ധൃതി പിടിച്ചുണ്ടാക്കി തന്ന ഒരു ഗിഫ്റ്റാണിത്. ഇത് ഗിഫ്റ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ലൊട്ടോന്ന് വേണം പറയാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് അലീഷ, അതിഥി, ഞാൻ പറഞ്ഞ ഫ്രണ്ട് അതിശക്തി. എനിക്കിഷ്ടമുള്ള ടീച്ചേഴ്സ് തനുജ ടീച്ചർ, അനുഷ ടീച്ചർ, രേഷ്മ ടീച്ചർ, ശ്രീജ ടീച്ചർ. അപ്പം തനുജ ടീച്ചർ 1ാം ക്ലാസ്, അനുഷ ടീച്ചർ 2ാം ക്ലാസ്, രേഷ്മ ടീച്ചർ 3ാം ക്ലാസ്, ശ്രീജ ടീച്ചർ HM. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ നമ്മൾ എഴുതാൻ മറന്നുപോയി, മറന്നുപോയി. ഞങ്ങൾ ഈ വർഷം കൂടി ഉള്ളപ്പോൾ ഞങ്ങളുടെ സെൻഡ് ഓഫിന് അവൾ എനിക്ക് തന്നതാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ബാഗിലും. അപ്പോൾ ഗായ്സ് ഇന്നത്തേക്ക് ഇത്രയും വീഡിയോ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.